അങ്ങനെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മളിതാ നമ്മളുടെ ഡെസ്റ്റിനേഷനായ ഫെറാറി വേൾഡിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഫെറാറി വേൾഡ് അല്ലാതെ യാസ് ഐലൻഡിൽ യാസ് വാട്ടർ വേൾഡും വാർണർ ബ്രൂസും പിന്നെ സീ വേൾഡും ഡിസ്നി തീം പാർക്കും എല്ലാം ഉണ്ട് കേട്ടോ. പക്ഷെ ഓരോന്ന് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നമ്മൾ ഓരോ ദിവസം എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഫെറാറി വേൾഡ് കോൺസെൻട്രേറ്റ് ചെയ്യാം. പിന്നെ എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ബാക്കിയുള്ളതിലൊക്കെ പോവാം. അപ്പോൾ ഈ ഫെറാറി വേൾഡ് വരുന്നത് യാസ് മോളിനകത്ത് കയറി അവിടെ നിന്നാണ് കേട്ടോ എൻട്രി ഉള്ളത്. സോ നമ്മൾ നേരെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് യാസ് മോളിലേക്ക് കയറുകയാണ്. അകത്ത് കയറുമ്പോൾ ആകെ മൊത്തൊരു റെഡ് തീമിലാണ് എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ അവിടെ കുറച്ച് ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, നമുക്ക് ഫുഡൊക്കെ കഴിക്കാം. പിന്നെ എല്ലാം ഒരു ഫെറാറി ഇൻസ്പയർഡ് ആയിട്ടുള്ള രീതിയിലാണ് ഡെക്കോറൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ കുറേ കഫേസും സ്നാക്സ് ബാർസും റിഫ്രഷ്മെൻറ്റ്സ് സ്ഥലങ്ങൾ അതെല്ലാമാണ് ഏകദേശം ഒരു എൻട്രി പോയിന്റിൽ നമുക്ക് കാണാൻ പറ്റുക. പിന്നെ അതുപോലെ എൻട്രൻസിൽ തന്നെ ഇവരുടെ സോനിയർ ഷോപ്സും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് കയറുമ്പോൾ തന്നെ ചിലർ പർച്ചേസ് ചെയ്യണവരുണ്ട്. എക്സിറ്റും ആ വഴിയായ കാരണം നമുക്ക് പർച്ചേസ് ചെയ്തിട്ട് പോവാം. അവരുടെ ചെറിയ മോഡൽ കാസും പിന്നെ അതുപോലെ ക്ലോത്തിങ്ങും അങ്ങനത്തെ കുറേ കുഞ്ഞു കുഞ്ഞു ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ക്ലോത്ത്സൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് കുറേ പേര് റെഡും വൈറ്റിലൊക്കെ ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് തരുന്നുണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം കണ്ടൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇവിടെ നടന്ന് കാണാൻ തന്നെ കുറേ ഉണ്ട് കേട്ടോ. പിന്നെ 6 റോളർ കോസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. സത്യത്തിൽ അതാണ് നമ്മുടെ മെയിൻ ടാർഗറ്റായിരുന്നത്. നമ്മൾ പക്ഷേ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് ഒരു ചെറിയ ഗെയിമിങ് ഏരിയയിൽ നിന്നാണ് കേട്ടോ. ഇത് ഭയങ്കര അടിപൊളിയായിരുന്നു. എന്ന് വെച്ചാൽ ഒരു നമ്മളൊക്കെ വീണ്ടും കുട്ടികളാവുന്ന രീതിയിൽ ഒരു ഫൺ വൈബിൽ സെറ്റപ്പ് ചെയ്തേക്കുന്നായിരുന്നു. ആൻഡ് ഫൈനലി നമ്മളിതാ ഫോമുല റോസയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഫെറാറി വേൾഡ് വരുന്ന ഒരു പ്ലാൻ ഇട്ട സമയം തൊട്ട് തന്നെ നമ്മൾ ഇതിൽ കയറാനായിരുന്നു ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നല്ല, ഇത് വേൾഡിലെ ഫാസ്റ്റസ്റ്റ് റോളർ കോസ്റ്ററാണ് കേട്ടോ. ഇതിൻ്റെ സ്പീഡ് വരുന്നത് 240 km/h സ്പീഡിലാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല ഏകദേശം ഒരു 2074 മീറ്റർ ലെങ്ത്ത് ഇത് 1.32 സെക്കൻഡ്സിലാണ് കേട്ടോ കവർ ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയ ഇതിൻ്റെ സ്പീഡ്. പിന്നെ നമ്മൾ റൈഡിൽ കയറുന്നതിന് മുന്നേ നമ്മളുടെ കയ്യിലുള്ള എല്ലാ ബിലോങ്ങിങ്സും ഇവിടെ സേഫിൽ വെക്കണം കേട്ടോ. ഈവൻ നമ്മുടെ തലയിലുള്ള ക്ലിപ്പ് വരെ ഊരി വയ്ക്കാൻ പറയും അവർ. പിന്നെ അവർ ഗൂഗിൾസ് തരും. ആ ഗൂഗിൾസ് വെച്ചിട്ടാണ് നമ്മൾ ഇരിക്കുക. കാരണം നമ്മൾ ഈ റൈഡിൽ പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വന്ന് നമ്മുടെ കണ്ണിലൊക്കെ തട്ടിയാലും അതും ഒരു ഇറിറ്റേഷൻ ആണല്ലോ. പിന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സും ടൈറ്റ് ആയിട്ടുള്ള ഷൂസും ആയിരിക്കണം. ഇപ്പോൾ ഷൂസൊന്നും ടൈറ്റ് അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ ഊരി വയ്ക്കേണ്ടി വരും.
പോണ പോക്ക് കണ്ടോ, കാണുമ്പോൾ തന്നെ പേടിയാവുണ്ടല്ലേ. ഏകദേശം ഒരു 4.9 സെക്കൻഡ്സിനുള്ളിൽ തന്നെ ഇതിൻ്റെ മാക്സിമം സ്പീഡായ 240 km/h പോകും കേട്ടോ. ഇതിങ്ങനെ നമ്മൾ കണ്ണടച്ച് തുറക്കണതിന് മുന്നേ ഒരു 1.5 മിനിറ്റ് കൊണ്ട് ഈ സംഭവങ്ങൾ മൊത്തത്തിൽ കറങ്ങി ഇത് തിരിച്ചെത്തും. ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ലൈക്ക് നമുക്ക് ഒട്ടും റിഗ്രറ്റ് തോന്നിയില്ല. കയറിയത് എന്തായാലും വേർത്തായി എന്ന് തോന്നുന്ന ഒരു ഫീലായിരുന്നു. അടുത്ത ഐറ്റം ഇനി ടർബോ റൈഡാണ് കേട്ടോ. അത് ആ റൂഫിൻ്റെ ആ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ കൂടെ ഇങ്ങനെ ഒരു ഐറ്റം വരുന്നത് കണ്ടോ. അതുപോലെ നമ്മൾ പോകാൻ വരികയാണ് ഗൈസ്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അതും ഏറ്റവും ഫ്രണ്ടിലുള്ള സീറ്റിൽ തന്നെ കയറിയിരിക്കുകയും ചെയ്തു. പിന്നെ അതിൻ്റെ ഏറ്റവും ടോപ്പിലൊരു പോയിന്റിൽ പോയി നിന്നപ്പോൾ ചുറ്റും ആകാശം കണ്ടപ്പോൾ നന്നായി ഒന്ന് പേടിച്ചു കേട്ടോ. പിന്നെ അതേ ഫോഴ്സിൽ നമ്മൾ ബാക്കിലോട്ടാണ് വന്നത്. അപ്പം നമുക്കിങ്ങനെ അടിവയറ്റിൽ ഇങ്ങനെ മഞ്ഞ് വീഴുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു കേട്ടോ. ഇതിങ്ങനെ ഫേസ് ടു ഫേസ് ആയിട്ട് ഇരിക്കുന്ന പോലത്തെ സീറ്റിങ്ങും ഉണ്ട് ഇതിനകത്ത്. അതിലിരിക്കുന്നവർക്ക് കുറച്ചും കൂടെ പേടി കുറവായിരുന്നു എന്ന് കേട്ടെ. കാരണം മുന്നിലുള്ള ആളുടെ എക്സ്പ്രഷൻ കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ചിരി വരുമല്ലോ. പിന്നെ ഉണ്ടായിരുന്നത് ഈ ഒരു കോസ്റ്ററാണ്. പക്ഷേ ഇത് ഓപ്പൺ ടു പബ്ലിക് അല്ല. പിന്നെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇതിനെ പറ്റിയിട്ട് ഒരു ഡാർക്ക് റൈഡായിട്ടാണ് കേട്ടോ കാണുന്നത്. ഉള്ളിലിങ്ങനെ കുറേ ഇങ്ങനെ ഇരുട്ടിൽ കൂടെ റൈഡ് ചെയ്ത് പോകുന്നതും കുറേ ട്രിക്കി സർപ്രൈസസ് അങ്ങനെയൊക്കെയുള്ള സംഭവം. അങ്ങനെ അതിൽ കയറാൻ പറ്റാത്ത കാരണം നമ്മൾ അടുത്ത റൈഡിലേക്ക് പോയി. അടുത്ത ഒരു ജൂനിയർ റോളർ കോസ്റ്റർ ആയിരുന്നു കേട്ടോ. അത് നമ്മളുടെ ഫോമുല റോസയുടെ ജൂനിയർ വേർഷൻ, കുട്ടികൾക്കൊക്കെ കയറാൻ പറ്റുന്നത്. മറ്റേതിൽ ഹൈറ്റ് ലിമിറ്റേഷൻസും ഏജ് ലിമിറ്റേഷൻസും എല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ കുറേം കൂടി അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു കുട്ടി റൈഡിൽ കയറി. ഇത് ഭയങ്കര സമാധാനമുള്ള ഒരു റൈഡായിരുന്നു. നമുക്ക് പ്രത്യേകിച്ച് വലിയ ഇഫക്റ്റ് ഒന്നും ഫീൽ ചെയ്യില്ല. ഇതിങ്ങനെ താഴെ പോകുമ്പോൾ നല്ല അടിപൊളിയായിരുന്നു. പിന്നെയാണ് മക്കളെ ഐറ്റം വന്നത്, ഫ്ലൈയിങ് ആക്സസ്. ഇതാണ് കേട്ടോ ഞങ്ങളെല്ലാവർക്കും ഒരേപോലെ കിളി പോയ ഐറ്റം. വേറൊന്നും കൊണ്ടല്ല, നമുക്കിത് എന്താണെന്നുള്ളത് പുറത്തുനിന്ന് നോക്കുമ്പോൾ അറിയില്ലായിരുന്നു. നമ്മൾ നേരെ അതിനകത്ത് വന്നിരുന്നപ്പോഴാണ് ഈ റൈഡിനുള്ള ഡോർ ഓപ്പൺ ആയത്. ഇത് ഓപ്പൺ ആയതും അവിടെ ഇങ്ങനെ അവർ പറഞ്ഞു ഇത് വൺ ഓഫ് ദ ഹയസ്റ്റ് റോളർ കോസ്റ്റർ ആണ് കേട്ടോ. 63 മീറ്റേഴ്സാണ് ഇതിൻ്റെ മാക്സിമം ഹൈറ്റ് വരുന്നത്. അതുമാത്രമല്ല 1500 മീറ്റർ ലെങ്ത്തും വരുന്നുണ്ട്. ഇതൊരു 120 km/h സ്പീഡിലാണ് പോണേ. പിന്നെ ഇങ്ങനെ ഇൻവേർട്ടഡ് ആയിട്ടും പോകും കേട്ടോ. എന്നുവെച്ചാൽ തല തിരിഞ്ഞൊക്കെ ഉള്ള പോലെ പോവും. ഇതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടേ കണ്ണ് തുറക്കുമ്പോൾ ഇതെന്താ തീരാത്ത, ഇത്ര അധികം ഫ്രണ്ടിലുണ്ടോ, ഇത് നിർത്താൻ പറഞ്ഞാൽ ആരാ നിർത്തുക, ആ ഒരു മോഡിലായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു അഡ്വെഞ്ചറസ് റൈഡ് എന്ന് പറഞ്ഞാൽ കിട്ടിൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതൊരു സ്റ്റീൽ റോളർ കോസ്റ്ററാണ് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ഇവർ നല്ല അടിപൊളിയായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാരണം ഇതിങ്ങനെ വന്ന് നിൽക്കുന്ന ടൈമിൽ കറക്റ്റായിട്ട് അതിൽ ഫുൾ ഫോഴ്സിൽ ഇങ്ങനെ വാട്ടർ അടിച്ചു കൊടുക്കലും ഭയങ്കരമായിട്ട് അതിങ്ങനെ ട്രാക്കൊക്കെ അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഫുൾ സേഫ്റ്റി അവർ എൻഷുർ ചെയ്തിട്ടാണ് കേട്ടോ ഓരോ റൈഡിലും നമ്മൾ പ്രിപ്പയർ ചെയ്യണേ. പിന്നൊക്കെ എന്താ പറയുക, ഓരോ എക്സ്പീരിയൻസ് അല്ലേ. ഇതൊക്കെ ലൈഫിൽ വൺ ടൈമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് പറ്റിയതാണ് കേട്ടോ. ഇനിയും റൈഡുകൾ ബാക്കി ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് ടൈം ബാക്കി ഉണ്ടായിരുന്നില്ല കേട്ടോ. ഏകദേശം 6 മണിയായിരുന്നു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയമായപ്പോഴേക്കും. പിന്നെ നമുക്ക് ഇനി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലെത്തുമ്പോൾ ഒരുപാട് ലേറ്റാവും. കാരണം ഏകദേശം ഒരു 4-5 hours ഡ്രൈവ് സ്ട്രെയിറ്റ് ഉണ്ട് നമുക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ അധിക സമയം കളയാണ്ട് നേരെ അവിടെ നിന്ന് പോന്നു. അടിപൊളി ഒരു ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും ഓരോ വഴിക്ക് തിരിഞ്ഞു. ഇനി നമ്മളും നമ്മുടെ റൂമിലേക്ക് പോവാണ് കേട്ടോ. ഇനി അടുത്ത മീറ്റപ്പിന് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പ്.